ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിരഞ്ജന മേഡം ആ ഒരു വണ്ടിയുടെ ഓണറിനെ കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അയാളെ വിളിച്ച് സംസാരിക്കുന്നു. പക്ഷേ വണ്ടി നമ്പർ എല്ലാം തന്നെ സെയിം തന്നെയാണ്, മാത്രമല്ല അഡ്രസ്സും സെയിമാണ്. പക്ഷേ അത് അയാളുടെ വണ്ടിയല്ല എന്നാണ് അയാൾ പറയുന്നത്. ഇത് കേൾക്കുന്ന മേഡത്തിന് കാര്യങ്ങൾ മനസ്സിലായി. ഇവരുടെ അഡ്രസ്സും ഈ വണ്ടിയുടെ നമ്പർ വെച്ച് ആരോ പറ്റിക്കപ്പെടുത്തുകയാണ് എന്ന രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരുമെന്ന രീതിയിൽ തന്നെ മാഡം അവിടുന്ന് സംസാരിക്കുന്നു. പിന്നീടാണെങ്കിൽ വിവേക് ചെല്ലുന്നുണ്ട് കേട്ടോ, ആർച്ചമ്മളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് അവിടെ അമ്മമ്മയുണ്ടായിരുന്നു, അവിടുത്തെ അവളുടെ ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അവർ തന്നെ എപ്പോഴും എന്തായാലും ആർച്ചമോളെ വിവേകിൻ്റെ കൂടെ പറഞ്ഞയക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ വിവേകാണെങ്കിലോ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അതായത് നമ്മുടെ വർഷയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവളുടെ ഈ ഒരു അവസ്ഥയും ആർച്ചമോളെ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവളുടെ അസുഖത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വിവേക് അങ്ങോട്ട് ചെല്ലുന്നത് കേട്ടോ. പക്ഷേ അവരൊരിക്കലും തന്നെ അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. വർഷ എണീറ്റ് വരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ലെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. അപ്പോഴത്തേനും അവൾക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കണം. കാരണം വർഷയാണ് ആർച്ചമോളെ ഇത്രയും നോക്കിയത്. അവളുള്ളത് കൊണ്ടല്ലേ ആ മോളെ നിങ്ങൾക്ക് കിട്ടിയതെന്നൊക്കെ പറയുമ്പോഴത്തേനും എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇനി ഒരിക്കലും വർഷയെ അവളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുന്നു. ആ സമയത്ത് വിവേക നമ്പർ അവിടെ എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും ഒരു മാറ്റം വരുവാണെങ്കിൽ എൻ്റെ നമ്പർ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, അതിലൊന്ന് വിളിക്കണം. നിങ്ങൾക്ക് അത്രയും കരുണയില്ലാത്തവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിവേക് മടങ്ങുന്നു. പക്ഷേ യശോദയ്ക്കാണെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടെ ഉണ്ടായിരുന്ന മീരയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കാരണം യശോദയ്ക്ക് വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിലും മീരയ്ക്ക് നല്ല സങ്കടമായി കേട്ടോ. കാരണം പാവം വർഷയുടെ കുറച്ച് സത്യസന്ധാവസ്ഥയൊക്കെ മീരയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആർച്ചമോളെയും കൂട്ടിയിട്ട് മീര തന്നെ വിവേകിൻ്റെ കൂടെ പോകാനും മതി കേട്ടോ. എന്തായാലും ആർച്ചമോളിലൂടെ തന്നെ ചിലപ്പോൾ വർഷ പഴയ രീതിയിൽ തിരിച്ചു വന്നാലോ, അതും പറയാൻ സാധിക്കില്ലല്ലോ. എന്തായാലും ഒരു പരീക്ഷണം എന്ന നിലയിൽ തന്നെയാണ് വിവേക വിളിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ നമ്മുടെ രാഘവനെയാണ് കാണിക്കുന്നത്. രാഘവനാണെങ്കിലോ ഇന്ന് വർഷയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോഴത്തേനും വർഷയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അവിടെ എന്തെങ്കിലും പൈസയോ അതായത് മദ്യമോ ഒക്കെ കിട്ടുന്നുള്ളത് അയാൾക്ക് അറിയാം. അതിനുശേഷം തന്നെ ഓടി വരുന്നുണ്ട്. എൻ്റെ മോളെ നിനക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭിയും ശിവയും വരുന്നുണ്ട്. നിർത്തടോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്നത്? പാവം വർഷയ്ക്ക് ഇതൊന്നും അറിയില്ല എന്നാണ് നീ വിചാരിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്, നിങ്ങളൊന്നും അറിയിക്കാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ. ആ വിവേക് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവനാണെങ്കിലോ ഇവളുടെ പുറകെ വാലും തൂങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ്. എൻ്റെ മകൾ ഈ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് പോലും അവൻ്റെ ഈ കൊഞ്ചിക്കുഴലിന് ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനെ കൊണ്ട് എൻ്റെ മകളെ എനിക്ക് കെട്ടിക്കാനേ താല്പര്യമില്ല എന്നൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അമ്മയും ശിവയും അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വിവേകിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞു പോരുത് എന്നുള്ള രീതിയിൽ. ആ സമയത്ത് താഴെ നിൽക്കുന്ന ശരത്തും മാരുതിയും കൂടിയും ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. വിവേകിന് ഈ രാഘവന് ഒട്ടും തന്നെ ഇഷ്ടമല്ല. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോഴത്തേനും ഇത് വലിയൊരു ചാൻസാണ് രാഘവനെ കൊണ്ട്. വിവേകിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്ന സമയത്ത് തന്നെ എന്തായാലും അഭിക്ക് ശിവയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. വിവേക് ഇവൾക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ഇവളില്ലാതെ ഒരു നിമിഷം പോലും വിവേകിന് ജീവിക്കാൻ പോലും സാധിക്കുന്നില്ല. നിങ്ങളൊരു അച്ഛൻ എന്ന പേര് സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് അവളെ വിഷമിപ്പിക്കണ്ട. ഇപ്പോൾ മിണ്ടാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അവൾക്ക് എല്ലാം തന്നെ കേൾക്കാനും പറ്റും. എൻ്റെ മകൾക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ അയാൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം കേട്ടോ. വർഷം എന്തായാലും ഉണരട്ടെ, അപ്പം നിങ്ങളുടെ ഈ കള്ളക്കളിയൊക്കെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അഭി നല്ല ചീത്ത പറയുന്നുണ്ട്. ആ സമയത്ത് വിവേകിനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങ് പൊള്ളിയല്ലേ? അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ മകളിങ്ങനെ വയ്യാണ്ട് കിടക്കുകയാണല്ലോ. ആ സമയത്ത് എന്തായാലും കൊഞ്ചിക്കൊഴിഞ്ഞ് അവൻ്റെ കൂടെ അങ്ങ് നിൽക്കാലോ എന്ന രീതിയിൽ പറയുന്ന സമയത്ത് അഭിയാണെങ്കിലോ നല്ല ആട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് രാഘവനെ കേട്ടോ. ആ സമയത്ത് ശരത്തും ആരതിയും കൂടിയും എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം, അവിടുത്തെ കാര്യവിവരങ്ങളൊക്കെ ഒന്ന് അറിയാലോ. അങ്ങനെ രണ്ടുപേരും കൂടി കയറി വരുന്നുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ പൊന്നു സാറേ, ഇവർ കണ്ടോ എൻ്റെ മകൾ ഇങ്ങനെ കിടക്കുകയല്ലേ, ഇന്ന് അവളുടെ ബർത്ത്ഡേ അല്ലേ. ഞാനൊന്ന് വന്ന് അവളെ കാണാനായിട്ട് നോക്കിയതാ. പക്ഷേ
ഇവരതിന് സമ്മതിക്കുന്ന പോലെ അവർക്ക് എന്തൊരു ദേഷ്യമാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഇത് കണ്ടോ ശരത്തേട്ട ഇവിടെ വന്നിട്ട് അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിവേകിനെ കുറിച്ച് അനാവശ്യം പറയുന്നത് അങ്ങനെ രാഘവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ചേട്ടൻ എന്തായാലും ഇവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട, എന്തായാലും നമുക്ക് ഹാളിൽ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും രാഘവനെ വിളിച്ചതിന് ശേഷം പോകുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് രാഘവനോട് പറയുന്നുണ്ട്, ചേട്ടൻ എന്തിനാ അവിടെ പോയിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കേണ്ട കാര്യം, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. എൻ്റെ സാറേ, എൻ്റെ മകളിങ്ങനെ കിടക്കുകയല്ലേ, അവളെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ വന്നിട്ട് അങ്ങനെ ബഹളം ഉണ്ടാക്കിയത്. പക്ഷേ ആ പെൺകുട്ടികളുണ്ടല്ലോ, അവർക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ. പിന്നെ ആ വിവേക് പറഞ്ഞവനുണ്ടല്ലോ, അവനും തന്നെ എന്നെ ഒട്ടും ഇഷ്ടമില്ല. ഞാൻ അവളുടെ അച്ഛനല്ലേ, എന്നോട് എല്ലാ കാര്യങ്ങളും തുറത്ത് പറയേണ്ടതല്ലേ. പക്ഷേ അവനും ആ പെൺപിള്ളേരും ഒന്നും തന്നെ എന്നോടൊന്നും സംസാരിക്കാറില്ല. ഇപ്പം തന്നെ കണ്ടോ എൻ്റെ മോള്, എന്തായാലും അവൾക്ക് ഞാൻ കുറച്ച് മദ്യപിക്കുന്നതൊന്നും ഇഷ്ടമല്ലെങ്കിലും ഞാൻ എവിടെയെങ്കിലും വയ്യാണ്ട് കിടക്കുകയോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയോ തോന്നുകയാണെങ്കിൽ അവൾ എന്നെ രക്ഷിക്കാനോ അല്ലെങ്കിൽ എനിക്ക് തരേണ്ട പൈസ തരാതിരിക്കാതിരിക്കില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇപ്പം എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അവളുടെ ഈ കിടപ്പ് കാണുമ്പോൾ ഞാൻ വളരെയധികം ദാരിദ്ര്യത്തിലാണെന്നൊക്കെ പറയുന്നു. ശരത്തിനാണെങ്കിലോ അയാളെ കൈക്കലാക്കണം, കാരണം അവരുടെ കാര്യങ്ങൾ നടക്കണം. വിവേകിനോട് എതിർപ്പുള്ള ഒരാൾ കൂടെ ഉണ്ടാവണം എന്നുള്ളത് ശരത്തിനും ആരതിക്ക് അറിയണം. അതിന് ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, എന്തായാലും കാശ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നു. പിന്നീട് നമ്മുടെ വിവേകിനെ തന്നെ കാണിക്കുന്നത്. വിവേക് വരുന്നുണ്ട്. വർഷയുടെ എന്തായി വിവേക് കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോഴത്തേനും ആർച്ചമോളെ കണ്ടെത്താൻ സാധിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആർച്ചമോളെ ഞാൻ കണ്ടെത്താൻ 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു അവളെയും കൂട്ടിയിട്ട് വരണം എന്നുള്ളത്, പക്ഷേ അവർ പറയുന്നത് ഒട്ടിനും തയ്യാറാവുന്നില്ല. വർഷയുടെ അടുത്തേക്കാണെങ്കിൽ അവളെ കൊടുത്തയക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവരുടെ അനുവാദം ഇല്ലാതെ കുട്ടിയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും സാധിക്കുന്നില്ലല്ലോ. എന്തിപ്പോൾ കാണിക്കാമെന്ന് അറിയില്ല. അവൾ ചിലപ്പോൾ ഒന്ന് വിളിച്ചാൽ ചിലപ്പോൾ നമ്മുടെ വർഷ ഉണർന്നേക്കാം. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഞാൻ ആ സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോയി കണ്ടു. അവരാണ് എനിക്ക് ഇവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം തന്നത്. അവർക്ക് തന്നെ കുട്ടിയുടെ അഡ്രസ്സ് ആർക്കും കൊടുക്കേണ്ട എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും വർഷയുടെ ഈ അവസ്ഥ അറിഞ്ഞപ്പോഴാണ് അവരെന്നോട് പറഞ്ഞത് കുട്ടിയെ കൊണ്ടുപോകാനായിട്ട്, കുട്ടിയെ പോയി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ വീട്ടിൽ പോയിട്ട് ഞാൻ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി നിന്നു. പക്ഷേ മോളെ കാണാൻ സാധിച്ചില്ല. പക്ഷേ യശോദയും മീരയും കണ്ടു. അവരോട് സംസാരിച്ചപ്പോൾ യശോദ വർഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ മോളെ ഇനി വിട്ടു തരില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ നമ്പർ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അവരുടെ മനസ്സ് മാറുകയാണെങ്കിൽ അവരോട് വിളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിവേക് ശിവയോടും അഭിയോടും കൂടെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മീരയെങ്കിലും മോളെ കൊണ്ടുവരാതിരിക്കില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്